ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആർച്ചമോളുടെ അച്ഛനെ നേരിൽ കാണുന്നു. അയാളെ കണ്ടിട്ട് എന്തോ ഒരു വശപ്പിശകുള്ളതുപോലെ വർഷയ്ക്ക് തോന്നി. അത് വീട്ടിൽ വന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഫുഡ് ഡെലിവറിക്ക് പോകുന്ന വർഷയാണെങ്കിൽ ആർച്ചമോളുടെ അച്ഛനെ പോലീസ് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. അപ്പോൾ കാര്യം തിരക്കുന്ന സമയത്ത് ഇയാൾ പരോളിനിറങ്ങിയ ഒരു കൊലപ്പുള്ളിയാണെന്നും പിടികിട്ടാപ്പുള്ളിയായ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് എൻ്റെ മോൾക്ക് ആരുമില്ല, ആരെങ്കിലും എൻ്റെ മോളെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അയാൾ കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ. അതിനുശേഷം ആ വീട്ടിൽ അടച്ചിട്ടിരുന്ന ആ കുഞ്ഞിനെ ഓടി വന്ന് നമ്മുടെ വർഷ എടുക്കുന്നുണ്ട്. അയൽവക്കത്തുള്ള കുറച്ച് സ്ത്രീകളാണെങ്കിൽ പോലീസ് വരുന്നതും കുട്ടിയുടെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോകുന്നതും അങ്ങനെ വർഷ നിൽക്കുന്നതും കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടുവന്ന് വർഷയോട് കാര്യം തിരക്കുന്നുണ്ട്. മാത്രമല്ല ഈ കുട്ടിയുടെ അമ്മ എന്തെന്ന് കുഞ്ഞിനോട് തിരക്കുന്ന സമയത്ത് അമ്മ ദൈവത്തിൻ്റെ അടുത്താണെന്ന് കുഞ്ഞുമോൾ പറയുന്നു. അത് കേട്ടതും അയൽവക്കത്തുള്ള ആ ചേച്ചി ചോദിക്കുന്നു, അപ്പോൾ തള്ള മരിച്ചുപോയ കുഞ്ഞാണല്ലേ, അപ്പം ഞാൻ ഈ കുഞ്ഞിനെ എന്ത് വേണം, ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുന്ന വർഷയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. എന്തായാലും നമ്മുടെ ആർച്ചമോൾക്ക് ആരുമില്ല. ആ ഒരു വിഷമത്തിൻ്റെ പുറത്ത് വർഷ കുഞ്ഞിനെ കൂട്ടി വരുന്ന സമയം വസുന്ധര ആൻറ്റി ഇതിനെ തുടർന്ന് ഇനി പ്രശ്നം ഉണ്ടാക്കുമോ എന്തോ. വിവേക് എങ്ങനെയായിരിക്കും ഈ കാര്യത്തിനോട് മറുപടി പറയാൻ പോകുന്നത്? അയാൾ ആരാണെന്നും അയാൾ ശരിക്കും കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും തിരക്കാതെ നമ്മുടെ വർഷ കുഞ്ഞിനെയും കൂട്ടി വരുന്ന ഈ സാഹചര്യത്തിൽ വർഷയ്ക്ക് തന്നെ അതൊരു വിനയായി മാറുമോ? കാത്തിരിക്കാൻ എന്താകുമെന്ന്. നിസ്സഹായതയോടെ അയാൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് അയാളൊരു പാവമാണ്. ആ ഒരു തോന്നലിൻ്റെ പുറത്താണ് വർഷ എല്ലാത്തിനും മുൻകൈയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കാത്തിരിക്കാം.